ഹായ്, ഞാനിപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ്. അവിടെ കുറച്ച് ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. വണ്ടർ ഫാൾസ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾക്ക് വലിയവർക്കാണെങ്കിൽ 200 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 150 രൂപ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട എന്നാണുള്ളത്. അങ്ങനെ അതിൽ കയറിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വണ്ടർ ഫാൾസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ചെന്ന് ടിക്കറ്റ് എടുത്ത് കയറി ചെന്ന് കാണുന്നത്. നല്ല രസമുണ്ട്. ഒരു 4-4:30 ആ ടൈമിലായപ്പോഴാണ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കണ്ടപ്പോഴാണ് അറിഞ്ഞത് നമ്മളാരും ഡ്രസ്സ് എടുത്തിട്ടില്ല. കുട്ടികൾക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, നമ്മളൊന്നും എടുത്തിട്ടില്ല. അവിടെ നിന്നവരും അവിടെ നിന്ന് കുളിക്കുന്നവരും എല്ലാവരും ഒരുപോലെ നനയുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ഈ ഒരു തെറിച്ചിട്ട് നന്നായിട്ട് നനയുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് വീഡിയോ ബ്ലറായി പോണതൊക്കെ അത് നനഞ്ഞിട്ടാണ് ഫോണിലേക്ക് വെള്ളം തട്ടിയിട്ട്. ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. ഫോണുമ്മേൽ ഇങ്ങനെ എപ്പോഴും തട്ടണോണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് വീഡിയോ എടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല രസത്തിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ഒരുപാട് ഞങ്ങൾ കുറച്ച് ഫാമിലി ആയിട്ട് ഒന്നാകെയാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വരുന്നേക്കാട്ടി രസം എല്ലാവരും കൂടി വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ നമ്മൾ എല്ലാവരും ആ വെള്ളത്തിൽ കയറി നിന്നതൊക്കെ. നനഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങുമല്ലോ എന്നുള്ളൊരു മട്ടിലായിരുന്നു നിന്നിരുന്നത്. പക്ഷെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് അവിടെ കളിച്ച് അടിപൊളിയായിട്ട് ആർമാദിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അവിടെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലേഡീസിനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളും ജെൻസിനുള്ളതൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ലാസ്റ്റാണ് അറിഞ്ഞത് അവിടെ ഡ്രസ്സുള്ള വിവരങ്ങളൊക്കെ. ഞങ്ങളാ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ നനഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങി കിട്ടിയിട്ടോ അത്. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചൊന്ന് പോരുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊക്കെ നല്ല വ്യൂസ് ആയിരുന്നു. നല്ല എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും കുറച്ചേരം ഇരിക്കാനൊക്കെ പറ്റിയിട്ട് നല്ലൊരു സ്പേസും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് നേരെ ഇറങ്ങിയത് മിറാക്കിൾ ഫ്ലവർ ഗാർഡനിലേക്കാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനും. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് നല്ല തരത്തിൽ നല്ല രസത്തിൽ ഓരോന്നും സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് കാണാത്തതായതുകൊണ്ട് കുട്ടികൾക്ക് നമുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വന്നപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ പൂത്തെടുക്കണ പോലെ പല കളേഴ്സും പൂത്തെടുക്കുന്നുണ്ടായിരുന്നു. വിഷുവിനൊക്കെ പറ്റിയ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ ഇനി നല്ല തിരക്കാവണക്കാട്ടി മുന്നേ വന്നതാണ് ഞങ്ങൾ. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനായാലും അവിടുന്ന്. പിന്നെ നനഞ്ഞ് കുളിച്ച് വരുന്നവർക്കൊക്കെ അതിനെക്കാട്ടി നല്ലത് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് നല്ലപോലെ ഇവിടുന്ന് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഗാർഡനും ചുറ്റി കണ്ടിട്ട് പിന്നെ വാട്ടർഫോളിൽ പോയിട്ട് അവിടെ പോയിട്ട് കുളിക്കണതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് രണ്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പൂവുകൊണ്ടുള്ള ആന, അതേപോലെ മയിലുണ്ടായിരുന്നു. അതേപോലെ എന്തോ എയ്റോപ്ലെയിന് ഒരു ലേഡിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. 2 പാരറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുട്ടികളൊക്കെ നല്ല തരത്തിൽ ആസ്വദിച്ചിട്ടുണ്ട്. നമ്മൾ 200 രൂപ കൊടുത്ത് വരുന്നത് നമുക്ക് നഷ്ടമാവില്ല. ഒരുപാട് നമുക്ക് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു തരത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അവർക്ക് കളിക്കാനും പറ്റും, നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും പറ്റുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് വേറൊരു ഇതിൻ്റെ ഉള്ളിലേക്കാണ്. അതിനുള്ളിൽ നേരെ ഇതേപോലത്തെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് വിൽക്കാനും. അതുപോലെ നാടൻ അച്ചാറുകളാണ് എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കശുവണ്ടി ഇല്ലേ, അത് ഇതേപോലെ സാധാ നോർമൽ നമ്മൾ ഇങ്ങനെ ചുട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്ന അതിൻ്റെ പാക്കുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഒന്ന് മേടിച്ചിട്ട് പോകാനുള്ള ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്ന് കുറച്ചൊന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേപോലെ റൈഡുണ്ട്. റൈഡിലൊന്നും കയറാനുള്ള ആവതില്ലായിരുന്നു. അപ്പോൾ പിന്നെ നേരെ നടന്ന് ബീച്ചിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം, കുറച്ചേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെങ്ങാണ്ട് കുട്ടികളായിട്ട് നേരെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഞങ്ങൾ കയറുമ്പോൾ അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഇതൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ഇന്നൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ